നീണ്ടകര വേട്ടുതറ അടിപ്പാത സമരം 467-ാം ദിവസത്തിൽ സമരത്തിന് പിന്തുണ വർദ്ധിക്കുകയാണ്. സംയുക്ത ജനകീയ സമരസമിതി സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ്. നീണ്ടകര വേട്ടുതറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ സമരസമിതിയുടെ സമരം 467-ാം ദിവസത്തിലേക്ക് കടന്നു. നിരവധി പേരാണ് സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. നീണ്ടകര, തെക്കുംഭാഗം, ശാസ്താംകോട്ട തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കുള്ള പ്രധാന റോഡ് കടന്നുപോകുന്ന വേട്ടുതറയിൽ അടിപ്പാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധത്തിന് പിന്തുണയുമായി നീണ്ടകര കണ്ണാട്ടുകുടി ക്ഷേത്രം മുൻ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ ആർ ഷൺമുഖദാസും എത്തി. എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കിയ ചെറിയ വാതിൽ മാത്രമേ കാണൂ. നിങ്ങൾ അകത്തോട്ട് കയറി നോക്കണം, വിശാലമായൊരു ലോകം ഉണ്ട് എന്ന് ഈ അയ്യപ്പാസിന്റെ പരസ്യം ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിയൂടെ, പഴയ പരസ്യമാണ്. നിങ്ങൾ പുറത്തു നിന്ന് നോക്കിയ ഒരു ചെറിയ വാതിൽ മാത്രമേ കാണൂ, അകത്തോട്ടൊന്ന് കയറി നോക്കണം, അതിവിശാലമായ സംവിധാനം എന്ന് പറഞ്ഞതുപോലെ വേട്ടോര മുക്കിന്റെ എൻട്രൻസ് സംഭവം ഒരു ചെറിയ വാതില. ഇതിനകത്തൂടെ കടന്നു പോകുന്ന എത്ര പേരാ? ലക്ഷക്കണക്കിന് മനുഷ്യർ കടന്നു പോകുന്നു. ഈ കടന്നു പോകുന്നവർ വെറുതെ സഞ്ചാരികളല്ല, ഉപജീവന മാർഗത്തിന് കടന്നു പോകുന്നു. തെക്കും ഭാഗത്തുനിന്നും ദേവലക്കരയിൽ നിന്ന് രാവിലെ ഉണർന്നിട്ട് സെക്രട്ടേറിയറ്റ് ഭരണശിലാകേന്ദ്രം പ്രവർത്തിക്കുന്നതിന് പോകുന്ന ജീവനക്കാരുടെ എണ്ണം എത്രയെന്ന് എടുത്തു നോക്കണം. അതോടൊപ്പം കരുനാഗപ്പള്ളി താലൂക്കിലേക്ക് പോകുന്ന എടുത്തു നോക്കണം. ഈ സർക്കാർ സ്ഥാപനങ്ങൾ ഫുള്ള്, തൊഴിൽ സ്ഥാപനങ്ങൾ ഫുള്ള്, തുണിക്കടകൾ ഫുള്ള്. ഇവിടെ മൊത്തം രാത്രി 9 മണി വരെ നമ്മുടെ സഹോദരിമാർ യൂണിഫോം അണിഞ്ഞുകൊണ്ട് ഓരോ കടകളിലെയും സഹോദരിമാർ ഇതുവഴി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, സ്കൂട്ടറെ കൊണ്ടുപോകുന്നു, വരുന്നു. ഇതെല്ലാം നിസ്സാരപ്പെട്ട ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന ജോലി. ഈ സമയം കഴിഞ്ഞ് കടന്നു പോകുന്ന ഈ റോഡ്, ഇവിടെ ഈ വാതിൽ ഇവിടെ ഇല്ല എങ്കിലുള്ള സ്ഥിതിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. സാമൂഹ്യ, രാഷ്ട്രീയ, മത, സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിരവധി പേരാണ് സമരത്തിന് പിന്തുണയുമായി എത്തുന്നത്. 4 കാര്യങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ 4 കാര്യത്തിൽ മെസ്സേജ് വെക്കിയിട്ടുണ്ട്. അതിന് പരിഭവം വീട്ടിൽ ചെല്ലുമ്പോ കിട്ടും, അല്ലെങ്കിൽ ആ കുറവ് വേറെ അനുഭവിക്കേണ്ടി വരും. അല്ലെ പച്ചു എന്തായാലും കാട് പിടിക്കാൻ 2 മണിക്കൂറുടെ വൈകും. ഏതായാലും ശരി, നമ്മൾ ഇരിക്കുന്നത് സ്വസ്ഥമായിട്ടല്ല. ന്യൂസ് ബ്യൂറോ, ചവറ.